ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ബും പറഞ്ഞേ ബും. അപ്പോൾ അമ്പുട് ബുമ്മൊക്കെ പറഞ്ഞു തുടങ്ങി ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് ബും പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയ ആളേനെ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. അപ്പോൾ അത് കാരണം ഇനി തൊട്ട് ഞങ്ങളുടെ ചാനലിൽ ബുമ്മൊക്കെ പറയുന്നത് ഞങ്ങളുടെ അമ്പുടുമായിരിക്കും. പിന്നെ ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ജിംബർലക്ക ബും ബും എന്നൊക്കെ പറയും. അതൊക്കെ അല്ലേ കണ്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഉടനെ അമ്പുടു വ്ളോഗിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രം ഇന്നത്തെ വീഡിയോയിൽ ഒന്നുമില്ല ഗൈസ്. ഒന്നുമില്ലാത്തൊരു വീഡിയോ ആണെന്ന്. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ തട്ടിക്കൂട്ടി ഇടണമല്ലോ എന്ന് കരുതിയപ്പോൾ ഞാനിങ്ങനെ വിഷ്ണുവേട്ടനില്ല, വിഷ്ണുവേട്ടൻ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്തെങ്കിലും ഞാനും എൻ്റെ അമ്പുടും കൂടെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഇടാമെന്ന് കരുതി. ഞാനപ്പോൾ റൂമിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, അമ്പുടും ഞാനും കൂടെ. അങ്ങനെ തട്ടിക്കൂട്ടാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ അങ്ങ് എടുത്ത് കളയാമെന്ന് ഓർത്തു. അങ്ങനെ ഇറങ്ങിയതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ആരാ അവിടെ കള്ളക്കരച്ചിൽ ആരെയുന്ന അമ്പുടേ അമ്പുടേ ആരാ കള്ളക്കരച്ചിൽ ആരെയുന്ന? അയ്യേ ഈ ചിച്ചിയാണേ അത്. ഞാൻ നേരെ സോപ്പിട്ടിട്ട് രണ്ടും കഴുകി വൃത്തിയാക്കിയിട്ട് അതേസ് കൊടുത്ത കാര്യം എനിക്കറിയാമെന്ന് തോന്നുന്നത് വായിലൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. അമ്പുടി ഇതാരാ അമ്പുടു? ഇതാരാ? കായോ കായ്. ഇവൻ്റെ വിചാരം എന്താണെന്നറിയോ, ചേച്ചി എന്നുള്ളൊരു നമ്മൾ ചേച്ചി എന്നൊക്കെ വിളിക്കത്തില്ല, ചേച്ചി താട്ടാന്നൊക്കെ അതുപോലെ വിളിക്കുന്ന എന്തോ ആണ് കായ് എന്നാണ് അവൻ്റെ വിചാരം. അവൻ പൊന്നൂനി ഇവളേനൊക്കെ കായ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. അമ്പടേ ഒന്ന് വിളിച്ചേ കായ്. അയ്യോ പോയില്ലേ ഇപ്പം അത്? അയ്യോ തല്ലല്ലേ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് സെറ്റാക്കിയതിന് ശേഷം ഞാനിവിടെ സൂത്രം കാണിക്കാൻ ഞങ്ങൾ ഇന്നലെ രാത്രി സ്റ്റാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെയാണ് സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റാർ ഇത് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോ കളർ മിന്നി ഇങ്ങനെ പോകുന്നതാണ്. ഇതല്ലാതെ വേറൊരു ഷെയ്ഡുണ്ട്. വേറെ 3 ഷെയ്ഡാണ് ഇതിലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അതായത് 3 പാറ്റേണിലുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ വേറെ ഒരെണ്ണം ഉണ്ട്, അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം ഉണ്ട്. കണ്ണമോന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അങ്ങനെ സ്റ്റാർ ഇടാൻ വാങ്ങിയതാണ്. ഞങ്ങൾ സത്യം വേറൊരു സ്റ്റാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു ഗൈസ്. ഞങ്ങളപ്പോൾ ഇത് നമ്മുടെ കിച്ചണിൽ വേറെ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊതുതിരി ഇവിടെ കിടന്ന് പാറുന്നു. നമുക്കത് അകത്ത് കൊണ്ടുവെക്കാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ വലിയൊരു സംഭവമായിട്ട് വന്നേക്കുന്നതാണ്. അമ്മേ ഇതാണ് ആ സംഭവം. വേറെ ഒന്നല്ല, ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ സ്ട്രോളറാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ യൂസേജസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ച് നമുക്ക് കണ്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ കൂടെ അങ്ങ് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ റിവേഴ്സിബിൾ ഹാൻഡിൽ ബാർ, മൾട്ടി പൊസിഷൻ സീറ്റ്, വൈഡ് സ്പേഷ്യസ് റീക്ലൈനർ ഉണ്ട് കേട്ടോ. നമ്മൾ മറ്റേ തിയേറ്ററിലെ സീറ്റ് പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്താലോ. അപ്പോൾ അതിൽ ഇതുപോലെ ഇത്തരം 4 ടയേഴ്സ് ഉണ്ട് കേട്ടോ. അതെ 1 2 3. ഒരെണ്ണം രാമ്പുടുവിൻ്റെ കയ്യിലിരിക്കുന്നത് അവൻ എടുത്തിട്ടുണ്ടായി. പിന്നെ നമുക്കിത് ഇതിനകത്ത് പൊക്കി എടുക്കാം. അമ്പുടിന്റെ വണ്ടി ഏത്? അമ്പുടിനുള്ള വണ്ടി ഏത്? കാർ ഇങ്ങനെയാണ് പാക്ക് ചെയ്തത്. നല്ല പക്കയായിട്ടാണ് പാക്കിംഗ് ഒക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കാം. നമുക്ക് ആദ്യം ഇതൊന്നും ഇങ്ങനെ തുറന്ന് ഇവിടെ നിന്ന് വെക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ വെക്കാം. നമുക്കിത് വെച്ചതിന് ശേഷമാണ് നമുക്കിത് എന്താ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് നേരെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അതാ ഈ സൈഡിൽ വരുന്നുണ്ട്, ഇത് കണ്ടോ. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ ഒരേപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ അമുക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിയിരിക്കും. കണ്ടോ, ഇവിടെ ഇറങ്ങിയിരുന്ന് ഇവിടെ ഹോൾഡ് ആയിട്ടോ. അപ്പോൾ ഇത് ഫിറ്റായി. അപ്പോൾ നമുക്കിനി അടുത്ത ഫിറ്റ് ചെയ്യാം. നമുക്ക് മറിക്കാൻ വിടൂ. നീ എന്ത് കാണിക്കുന്നു? അതെ, നമുക്ക് ഒരെണ്ണം എന്താ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുത്തത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണതേ കാണിച്ചോട്ടാ. ഇതിനൊരു ഹോളുണ്ട് ഇവിടെ കണ്ടോ. ഇത് നോക്കിയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അത് ബാക്കും ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഇതാ ആ ഹോളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ രണ്ടിടത്തും നമ്മളിത് ഫിറ്റായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതാണ്. അപ്പോൾ അതാ നമ്മൾ ഫ്രണ്ടിൽ 2 വീല്
സെറ്റ് ചെയ്തു. ഞാൻ നമുക്കുള്ളത് ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ഇത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഈ ഒരു ഇതും കൂടെ ഷേപ്പും കൂടെ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ അവിടെ സെറ്റായി. അത് ഇങ്ങനെ വലിക്കണം വലിക്കണം ഇവിടെ കറക്റ്റായി. യെസ്, അപ്പോൾ അതവിടെ ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അടുത്തതും രണ്ടാമത്തെ ഫീൽഡ് ഇത് ബ്രേക്ക് എന്തുവാ ഈ സാധനം ബ്രേക്ക് ചെയ്ത് കണ്ടോ. ആ ഓക്കെ ഓക്കെ ഓടി പോകത്തില്ല, ഇത് ചവിട്ടിയാൽ മതി താഴോട്ട്. ചവിട്ടിയാൽ മതി. ഓക്കെ, ലോക്കായി. ലോക്കിംഗ് സിസ്റ്റം ഇത് ഫുള്ള്. ആ കറക്റ്റ്, ഭയങ്കര സെക്യൂർഡ് ആയിട്ട് ഇരിക്കുമല്ലോ. ഇതിപ്പോ ലോക്കല്ലേ, ഇത് ലോക്ക്. ഇപ്പൊ ഇത് കണ്ടോ ബ്രേക്കാ. ഇത് കുഞ്ഞിനെ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചവിട്ടിയാൽ മതി, പോകത്തൊന്നുമില്ല. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഇതാണ് കേട്ടോ. ഇതിന്റെ ഒരു സീറ്റ് വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. കുഞ്ഞുങ്ങൾ ഭയങ്കര കംഫർട്ടായിരിക്കും. കാര്യം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അത് കാരണം തന്നെ കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോഴാണെങ്കിലും അവർ ഉറങ്ങാനാണെങ്കിലൊക്കെ ഭയങ്കര കംഫർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി. ഫിറ്റാണ് അവിടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാ നമ്മൾ ഇതാ ഇത് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഇവിടെ ഇതിനുണ്ടോ ഒരു ഓണും ഓഫൊക്കെ വരുന്നുണ്ട് കണ്ടോ. ലോക്ക് ഓണല്ല, ലോക്കും അൺലോക്കും വരുന്നുണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് രണ്ട് സൈഡിൽ ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ്. അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ഓക്കെ ലോക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കാവും. ബാക്കി ഇപ്പുറത്ത് നമ്മൾ അതുപോലെ എന്നത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. യെസ്, ലോക്ക്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്തത്. ഇതുപോലെ ഒരു ഹോൾഡ് ചെയ്താണ്ടോ, ഇതുകൊണ്ടോ ഇവിടെ ഉണ്ട് ഒരു ഹോളുണ്ട്. ഇത് നമ്മൾ അതിലൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ വെച്ചതിന് ശേഷം നമ്മളത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഹോൾഡായി. സെയിം തന്നെ നമ്മൾ ഇപ്പുറത്തും ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതവിടെ ഈ സൈഡിലായിട്ട് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോഴത്തേനും കണ്ടോ ഇവിടെ ലോക്കായി കണ്ടോ. ഇവിടെ ലോക്കായി. പിന്നെ ഇവിടെ നിന്ന് ഞാൻ അനങ്ങത്തില്ല. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ മുകളിൽ അടിഞ്ഞെടുത്താൽ നമുക്കത് ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ സുഖമാണ് കേട്ടോ. ഇവിടെ ഹോൾഡ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മളിത് അൺലോക്ക് ചെയ്താൽ ഇങ്ങനെ തന്നെ നമുക്കിത് പൊക്കിയിട്ട് നമുക്കിത് അൺലോക്ക് ചെയ്യാം. രണ്ട് സൈഡിലും അങ്ങനെ ലോക്ക് ആവും. പിന്നെ നമ്മളിത് ഇങ്ങനെ പൊക്കിയിട്ട് അൺലോക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്കിങ്ങനെ ലോക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. പിന്നെ അതിനുള്ള നമ്മുടെ കംഫർട്ട് സോൺ, നമ്മുടെ ബേബീസിനൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ടിരിക്കാനുള്ള ലോക്കാണ്. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ട് അവർക്ക് ഇടുമ്പത്തിലുള്ള ബുദ്ധിമുട്ടോ പെയിനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് മാത്രമല്ല അത് അതിന്റെ അടിയിൽ ഒത്തിരി സ്പേസസ് ഉണ്ട്. നമുക്ക് ടോയ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ടോയ്സ് ആയാലും കുഞ്ഞിന്റെ എന്ത് സാധനങ്ങൾ ഇപ്പൊ നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ കൂടെ പുറത്തേക്ക് വേണമെങ്കിൽ കുഞ്ഞിന്റെ ഡ്രസ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ പാമ്പേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞിന്റെ ആക്ടിവിറ്റി സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരേജും ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ കുഞ്ഞിന് ഇവിടെ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട് കണ്ടോ. അവനിങ്ങനെ വെളിച്ചത്തിലൊക്കെ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് അങ്ങനെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ബോക്സിൽ ഇവിടെ സ്റ്റോർ വരുന്നുണ്ട് കണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അതുപോലെ നമ്മുടെ ഈ സ്റ്റോളർ റീക്ലൈനർ പോലെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാം കേട്ടോ. കാര്യം കണ്ടോ, നമ്മൾ തിയേറ്ററിലൊക്കെ കിടന്നുകൊണ്ട് കാണത്തില്ലേ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് നമുക്ക് കിടത്താം. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒരു ടയേർഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഈ ഒരു ലോക്ക് മാറ്റിയിട്ട് ഇതിങ്ങനെ കട്ടിൽ പോലെ കിടത്തി എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ. നമ്മുടെ സ്റ്റോളറിന് നല്ല പ്രീമിയം ലുക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം ഫാബ്രിക് മെറ്റീരിയലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇത് യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റോളറാണ് കേട്ടോ നമ്മുടെ ലെവലാപ്പിൻ്റെത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. കാര്യം ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഫുഡ് ട്രേ വരുന്നുണ്ട്. അതിൽ അമ്പുട് കയറി ഇരുന്നിട്ട് മമ്മ എന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ 2 വീല് വരുന്ന 360 ഡിഗ്രിയിൽ റൊട്ടേഷൻ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണേലും ഏത് രീതിയിൽ വേണേലും നമുക്ക് സ്റ്റോളർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു വിൻഡോ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന് എപ്പോഴും നമ്മളെ കാണാൻ പറ്റും. അപ്പോൾ അത് അവന് കൂടുതൽ റിലാക്സ് ചെയ്ത് ഈ സ്റ്റോളറിനകത്ത് ഇരിക്കാനായിട്ട് അവനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇത് ഫോൾഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലിങ്ങിലൊക്കെ കാറിൽ ഈസി ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ സ്റ്റോളർ. അപ്പോൾ ഈ സ്റ്റോളറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാം ഉണ്ടാവും. വേണ്ടവർ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ ബും പറഞ്ഞേ, ബും എങ്ങനെ പറഞ്ഞേ, ബും എങ്ങനെ
കൈ കാണിച്ചേ. എണീറ്റ് എണീറ്റ് ചക്കരമുത്ത എണീറ്റേ. എണീക്കുന്നില്ലേ? എണീക്കുന്നില്ലേ? അവൻ ആ ടോർച്ച് കൊണ്ട് അവിടെ കിടന്ന് കളിക്കണേണ് ഗൈസ്. തക്കരോ എണീറ്റേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് കിച്ചണിൽ ചെറിയൊരു ഡ്യൂട്ടി ആയിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ കിച്ചണിലേക്ക് ഒരു പുതിയ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൺ ഒന്ന് റെഡി ആക്കുമായിരുന്നു കേട്ടോ. ദേ കിടക്കുന്ന എണീറ്റാൻ വിടൂ. കിച്ചണിലേക്ക് ഒരു പുതിയ സാധനം മേടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡി ആക്കുമായിരുന്നു ഞാൻ ജസ്റ്റ് കാണിക്കാൻ വാങ്ങിയ സാധനം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ കിച്ചണിലൊരു മാറ്റം വരുത്തിയെന്ന്. ഈ ജനലിൻ്റെ പുറത്ത് ഒരു നീല കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ഈ കമ്പിയുടെ ആക്കി കേട്ടോ. അപ്പോൾ തന്നെ അടുക്കളയിലേക്ക് സത്യം പറഞ്ഞാൽ ചെറിയ വെളിച്ചം വന്നു. വെളിച്ചം മാത്രമല്ല ഒരു വൃത്തിയും വന്നു കേട്ടോ. കാര്യം എപ്പോഴും ഇങ്ങനെ അവിടെ ഒരു നീല സംഭവം ഇതുപോലത്തെ ഇരിക്കുന്നു, അതിൽ മുട്ടൻ പാത്രങ്ങൾ, സൈഡിലൊരു നീല കളറിലുള്ള ഒരു ഡപ്പി ഇരിക്കുന്നു, അതിലും കുറേ പാത്രങ്ങൾ, മൊത്തം പാത്രങ്ങൾ ഇരുന്നിട്ട് ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ട്. സോ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് നീറ്റായി, ഇവിടെ എല്ലാം നീറ്റായി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനുമുള്ള ഒരു സൗകര്യമുണ്ട് കേട്ടോ. ഇതിൽ വെച്ച് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പാത്രമില്ല സത്യത്തിൽ. മറ്റു പാത്രങ്ങളൊക്കെ വെച്ചപ്പോഴത്തേനും എന്തോരം പാത്രങ്ങളായിരുന്നു അറിയും. സോ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തോ പാത്രം ഇല്ലാത്ത പോലെയുണ്ട്. അത്രയ്ക്ക് കുറഞ്ഞു പോയി പാത്രങ്ങളൊക്കെ കൂടെ. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് ഞാൻ കാണിക്കാൻ വന്നത് ഗൈസ്. ഇത് ഗോലി സോഡയാണ് കേട്ടോ. ഇപ്പം അവിടുന്ന് ഞങ്ങൾ വാങ്ങിപ്പിച്ചായിരുന്നു. ഗ്രീൻ ആപ്പിളിൻ്റെ കാവ്യനെ കൊണ്ട് വാങ്ങിപ്പിച്ചാണ് കേട്ടോ. ഇവിടെ അടുത്തുണ്ടായിരുന്നു. ഇത് ഒരിക്കൽ ചോട്ടു ഗോലി സോഡ എന്നും പറഞ്ഞ് ഞങ്ങൾ പഴനിക്ക് പോയപ്പോൾ ഒത്തിരി നടന്നു. പക്ഷേ അന്ന് അവനത് കിട്ടിയില്ല. എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായതുകൊണ്ട് ഇവിടുന്ന് വാങ്ങി ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ 2 എണ്ണം വാങ്ങിച്ചു. ഒരെണ്ണം ഞങ്ങൾ കുടിച്ചു. ഇത് ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നു ഗൈസ്. അമ്പുടേ മണി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇതേതേ ഉമ്മൻചാണ്ടീനെ ഇങ്ങനെ നോക്കിക്കേ. നമ്മൾ ഉണ്ണിക്ക് അത് കുത്തി തരണം എൻ്റെ ഉള്ളിൽ. ഇത് അമ്മട്ടര അതിന് ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടമായിട്ട്. അമ്മട്ടര വിട്. അമ്മട്ടര അമ്പുടേ അമ്മയുടെ പൊന്നില്ലേ? അമ്മയുടെ പൊന്നില്ലേ? നോട്ടെ അമ്മയെ നോക്കിക്കേ. എങ്ങനെ ഉമ്മൻചാണ്ടീനെ കാട്ടാ? എങ്ങനെയാണ് കാട്ടുന്നത്? എങ്ങനെ അമ്പുടി ചിരിക്കാറുള്ളേ? നോക്കട്ടെ, ഒന്ന് ചിരിച്ച് കാണിച്ചേ. അമ്മയെ നോക്കിക്കേ. ഒന്ന് നോക്കിക്കേ. അമ്മയെ നോക്കിക്കേ. ഒന്ന് ചിരിച്ചേ. ഇത് കരയല്ലേ? ഇങ്ങനല്ലല്ലോ, ചിരിക്കല്ലേ ചെയ്യണ്ടേ? എന്തിയേ ഇവനില്ലേ ഭയങ്കര തൊട്ടാവാടി. ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ കരയും. എന്തോ എവിടെ? ദേ ഇതിൻ്റെ ഉള്ളിലാണ് ഇടുന്നത്. കണ്ടോ? ഇതിനകത്താ ഇടുന്നത്. ഓ എന്നാ 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 ഇത് വേണ്ടേ? പോന്ന് പറഞ്ഞോളാം. മാറാൻ പറഞ്ഞേ. മാറെന്ന് പറ. മാം. ആ മാം പിന്നല്ലേ. ഇരിക്കി പറ. ഒന്ന് ഇരിക്കാൻ പറഞ്ഞേ. അമ്മയോടൊന്ന് ഇരിക്കാൻ പറഞ്ഞേ. ഓ തുറക്കേ? എങ്ങനെ? അത് തുറക്കാൻ പറ്റണതല്ല. ഹായ് പറഞ്ഞേ. എല്ലാരോടും ഹായ് പറഞ്ഞേ. എന്തേ? അത് കൊക്കാൻ പറ്റുന്നതല്ല വാവച്ച. അമ്മ നോക്കട്ടെ, അതിനകത്ത് നോക്കട്ടെ ഇത് കൊക്കാൻ പറ്റുമെന്ന്. കഴിച്ച് ഇത് തുറക്കാൻ പറ്റുമോ? ഇത് തുറക്കാൻ പറ്റുമോ? എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണേ. അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ തുറന്നുതരാം കേട്ടോ. കരഞ്ഞു കഴിച്ച് ഞാൻ തുറന്നു കൊടുക്കട്ടെ എങ്ങനെയെങ്കിലും. അമ്പിടെ തുറന്നോ അമ്മ? അത് എന്തിയെ നോക്കട്ടെ. തുറന്നോ? എന്തിയെ നോക്കട്ടെ. തുറന്നതല്ല കഴിച്ചിട്ട് നടു ഞാൻ മുറിച്ചു കൊടുത്തു. 2 ആക്കി കൊടുത്തു നടു ഞാൻ. ഓ എന്ത് ഇനി എന്താ നിനക്ക് അമ്പടു? എന്ത് ഇനി അത് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഈ പിള്ളേരെ കൊണ്ടുള്ള തൊന്തരവ് കണ്ട കേസ്. അവർ തുറക്കാൻ പറയുമ്പോൾ നമ്മൾ തുറക്കണം, അവർ അടയ്ക്കാൻ പറയുമ്പോൾ അടയ്ക്കാൻ പറ്റില്ല. എന്തിയേ അമ്മ അങ്ങനെ കാണിക്ക? അമ്മ തരണമെങ്കിലേ അമ്പടു പാട്ട് പാടണം. പാട്ട് പാടാൻ പറ്റുമോ അമ്പടുവിന്? പാട്ട് പാടുകയാണെങ്കിൽ അമ്മ ഒരു സാധനം തരാം. ഇല്ല ഗൈസ് പാടത്തില്ല. അവൻ്റെ മൂഡ് ശരിയല്ല. അത് അമ്മയ്ക്കിതാ. ഇവിടെ എങ്ങനെയിട്ടാ വായിലിടും. അത് അമ്മയ്ക്കിതാ. തരത്തില്ലേ? എന്നാൽ അമ്മ പിണങ്ങും. ഞാൻ എടുക്കാൻ പോവാണ്. അയ്യോ വെക്ക്, താഴെ വെക്ക്. ഏട്ടാ എൻ്റെ ആണോ ചെറുമാണി നിനക്ക്? ചെറുമാണി അപ്പാപ്പയാ? ജോണി അപ്പപ്പ. അവൻ അങ്ങനെ പറയണ. ജോണി അപ്പപ്പ. യം 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 കടിക്കേ. ഞാൻ അവിടെ 1
2 കഴിഞ്ഞിട്ട് എത്ര? 2 കഴിഞ്ഞിട്ട് എത്രയാ? അമ്പുടിന് എത്ര മുട്ടായി വേണം? തീ മുട്ടായി വേണം ഗൈസ്. തീ മുട്ടായിയാണ് വേണ്ടേ? ആരോടാ പറയണ്ട? അച്ചച്ചോട് പറയണോ അച്ചോട് പറയണോ? കരഞ്ഞു ഗൈസ്. ശരി, ബൈ ഗൈസ്.